സംസ്ഥാനത്ത് മഞ്ഞപ്പിത്ത ആശങ്ക ഓരോ ദിവസവും വർദ്ധിച്ചു വരികയാണ്. ഈ വർഷം ഇതുവരെ 1977 പേർ മഞ്ഞപ്പിത്തത്തിന് ചികിത്സ നേടി. എറണാകുളത്തെ വേങ്ങൂരിന് പുറമെ കളമശ്ശേരിയിലും മഞ്ഞപ്പിത്ത വ്യാപന പ്രതിസന്ധി തുടരുന്നുവെന്നാണ് ഞങ്ങളുടെ വിവിധ ബ്യൂറോകൾ റിപ്പോർട്ട് ചെയ്യുന്നത്. കളമശ്ശേരിയിലെ 5 ഹോട്ടലുകൾ ഇന്ന് പൂട്ടി. പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്ന പശ്ചാത്തലത്തിൽ മഴക്കാലപൂർവ്വ ശുചീകരണങ്ങൾ ശക്തമാക്കുമെന്ന് മന്ത്രി എം വി രാജേഷ് 24 ഇന്ന് പറഞ്ഞു. മഴ ശക്തമാകുന്നതിന് മുൻപ് തന്നെ സംസ്ഥാനം പകർച്ചവ്യാധി ഭീഷണിയിലാണ്. ഏറ്റവും കൂടുതൽ വെല്ലുവിളി ഉയർത്തുന്നത് മഞ്ഞപ്പിത്തം. സംസ്ഥാനത്ത് ഇതുവരെ ഈ മാസം വരെ രജിസ്റ്റർ ചെയ്തത് 1977 കേസുകൾ. അതിൽ 8 പേർക്ക് ജീവൻ നഷ്ടമായി. ഏറ്റവും കൂടുതൽ പ്രതിസന്ധി നേരിട്ടത് എറണാകുളം ജില്ലയിലെ വേങ്ങൂർ പഞ്ചായത്ത്. മഞ്ഞപ്പിത്തം പ്രതിരോധിക്കാൻ ആരോഗ്യവകുപ്പ് ഊർജിതമായ ശ്രമം നടത്തുന്നുണ്ട്. ത്വക്കും കണ്ണും മഞ്ഞ നിറത്തിലാകുക എന്നുള്ളതാണ് പ്രധാന രോഗലക്ഷണം. വെള്ളത്തിലൂടെയും ആഹാരത്തിലൂടെയുമാണ് മഞ്ഞപ്പിത്തം പടർന്നു പിടിക്കുന്നത്. ഛർദി, പനി, തലകറക്കം, ക്ഷീണം ഇവയെല്ലാം പ്രധാനപ്പെട്ട രോഗലക്ഷണങ്ങളാണ്. ഇത്തരം സാഹചര്യമുണ്ടെങ്കിൽ ഏറ്റവും അടിയന്തരമായി വാർഡ് കൗൺസിലറെയോ ആരോഗ്യ പ്രവർത്തകരെയോ ബന്ധപ്പെടേണ്ടത് അനിവാര്യമാണ്. എറണാകുളം ജില്ലയിലെ വേങ്ങൂർ പഞ്ചായത്താണ് മഞ്ഞപ്പിത്തവുമായി ബന്ധപ്പെട്ട ഹോട്ട്സ്പോട്ട്. ആദ്യം രോഗം സ്ഥിരീകരിച്ചത് ഏപ്രിൽ 17-ാം തീയതി. ഒരു മാസം എത്തുമ്പോഴേക്കും 189 പേർക്കാണ് മഞ്ഞപ്പിത്ത രോഗബാധ പഞ്ചായത്തിൽ സ്ഥിരീകരിച്ചത്. 2 പേർക്ക് ജീവൻ നഷ്ടമായി. പ്രധാനപ്പെട്ട ആക്ഷേപം വാട്ടർ അതോറിറ്റി ജീവനക്കാർക്കെതിരെയാണ്. പൊതു ടാങ്കിൽ നിന്നുള്ള വെള്ളം ശുദ്ധീകരിച്ച് നൽകാത്തതാണ് രോഗം പടർന്നു പിടിക്കാൻ കാരണമെന്ന് ആരോഗ്യവകുപ്പും റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. വ്യക്തിശുചിത്വം പാലിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം വീടിന് സമീപത്തുള്ള ജലസ്രോതസ്സുകളും വൃത്തിയായി സൂക്ഷിക്കാൻ ശ്രമിക്കണം. പരമാവധി ചൂടുവെള്ളം കുടിക്കുക. സ്വയം ചികിത്സ ഒഴിവാക്കുക. ആരോഗ്യവകുപ്പ് നൽകുന്ന ഇത്തരം നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിച്ചാൽ ഒരു പരിധിവരെ പകർച്ചവ്യാധികളിൽ നിന്ന് രക്ഷ നേടാം. കൊച്ചിയിൽ നിന്ന് VS രാഹുലിനൊപ്പം വിഷ്ണു സുരേഷ്, 24. ഷാഫി കമ്മോരിയുടെ ഒരു യൂട്യൂബ് സന്ദേശം അദ്ദേഹം പറഞ്ഞു, ഒന്ന് ചീഞ്ഞാലേ മറ്റൊന്നിന് വളമാകുകയുള്ളൂ. അതാണ് സോളാർ കേസിലും സംഭവിച്ചത്. ഉപ്പ് തിന്നുന്നവൻ തീർച്ചയായും വെള്ളം കുടിക്കും, അതെത്ര കാലം കഴിഞ്ഞാലും. ഇനി നമുക്കൊരു ഇടവേള കഴിഞ്ഞു വരുമ്പോൾ മലപ്പുറം ചീക്കോട് ചാലിയാർ പുഴയിൽ കുളിക്കാനിറങ്ങിയ 4 വിദ്യാർത്ഥികളെ നീർനായ കടിച്ചു എന്ന വാർത്ത വരുന്നുണ്ട്. 6 വയസ്സുകാരെ നീർനായ വലിച്ചുകൊണ്ടുപോയെങ്കിലും ഒപ്പമുണ്ടായിരുന്ന ആളുകൾ രക്ഷപ്പെടുത്തിയെന്നാണ് മലപ്പുറത്ത് നിന്ന് ഷഹദർ കുമാർ റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ വാർത്തയിലേക്ക് വരാം ഇടവേളയ്ക്ക് ശേഷം. ബ്രേക്ക്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.